ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റണ്ണിങ് പീരീഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈക്ക് ആദ്യത്തെ 2000 കിലോമീറ്റർ എങ്ങനെ ഓടിക്കണം, അതിന് നമ്മൾ റണ്ണിങ് പീരീഡ് പറയും. അതായത് വണ്ടി മേടിച്ചിട്ട് ഫസ്റ്റ് 2000 കിലോമീറ്റർ അത് കറക്റ്റായി ഓടിച്ചാൽ നമുക്ക് മൈലേജ്, പവർ, അതൊക്കെ വണ്ടിയുടെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റണ്ണിങ് പീരീഡ് പലരും തെറ്റായിട്ടൊക്കെയാണ് ഓടിക്കുക. അതായത് വണ്ടി എടുത്തത് നല്ല ഹൈ റവ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യത്തെ 2000 കിലോമീറ്റർ നമ്മൾ സമാധാനപരമായി ഓടിക്കണം. ഓക്കെ, അത് ഓടിച്ചാൽ തന്നെയാണ് നമുക്ക് പിന്നെ ബാക്കിയുള്ളതിൽ മൈലേജും അതേപോലെ പവറെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഈ നമുക്ക് ബൈക്കിൻ്റെ ഓണേഴ്സ് മാനുവൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ 2000 കിലോമീറ്റർ അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓരോ ഗിയറിനും ഓരോ സ്പീഡുണ്ട് പറഞ്ഞുതരാം. അതായത് ഹിമാലയൻ മാനുവൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ഗിയറിൽ 15, സെക്കൻഡ് ഗിയറിൽ 25 ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ അതൊരിക്കലും നമുക്ക് പോസിബിൾ അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഇട്ടിട്ട് 50 ഇട്ടിട്ട് അടുത്ത ഗിയറിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പവർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ RPM കയറില്ല. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ RPM നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഈ 3rd RPM വരെ മാക്സിമം കൊണ്ടുപോയിട്ട് അടുത്തേക്ക് സ്വിച്ച് ചെയ്യുക. അതേപോലെ ഫസ്റ്റ് പോയിട്ട് 3rd പോവുക, പിന്നെ സെക്കൻഡിലേക്ക് ഇടുക. സെക്കൻഡ് ഗിയറിൽ പോയിട്ട് 3000 RPM എത്തുമ്പോൾ അടുത്ത ഗിയറിലോട്ട് പോവുക. അങ്ങനെ ഓരോ ഗിയറിൽ 3000 RPM വരെ നിങ്ങൾ മാക്സിമം 3000 RPM വരെ പോവാം. ഓക്കെ, അവിടെ നിന്ന് സ്വിച്ച് ചെയ്യുക ഗിയർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല, പക്കയായിരിക്കും. ഞാൻ ട്രൈ ചെയ്താണ്, ഞാൻ വേറൊരു വീഡിയോയിൽ അങ്ങനെ കണ്ടണം. അങ്ങനെ ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ 3000 പറഞ്ഞിട്ട് നിങ്ങൾ 3000 തന്നെ പിടിച്ച് പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു സ്പീഡിൽ തന്നെയായിരിക്കും പോകുക. കോൺസ്റ്റൻറ്റ് ഒരു 60 അല്ലെങ്കിൽ 70 തോന്നുന്നു. ആ സ്പീഡിൽ തന്നെയായിരിക്കും 3000 RPM ഫിഫ്ത്ത് ഗിയറിൽ കിട്ടുക. അപ്പോൾ അതിൽ തന്നെ പോവാതെ നിങ്ങൾ സ്പീഡ് വേരി ചെയ്യണം. ഓക്കെ, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ ഫസ്റ്റ് ആയിട്ട് പോകുന്നു, സെക്കൻഡ്, 3rd, 4th, 5th, പിന്നെ അതേപോലെ കുറഞ്ഞു വരണം. അപ്പോൾ അത് ഹൈവേ പോകുമ്പോൾ നമുക്കത് അത്ര പോസിബിൾ ആയിരിക്കില്ല. എന്താ വെച്ചാൽ ഓപ്പൺ റോഡായിരിക്കും, നമ്മൾ ഫുൾ ത്രോട്ടിൽ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങളൊരു സ്റ്റേറ്റ് ഹൈവേ അങ്ങനെയുള്ള റോഡിലൊന്ന് കവർ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ വേറൊരു ട്രിപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഈ ഒരുവിധം വേറെ ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു ഹൈവേ അല്ലാത്ത വേറില്ല എവിടെയെങ്കിലും ട്രിപ്പ് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ലോഡ് ബാക്കിൽ ഹെവി പില്ലിയനോ അതേപോലെ ഹെവി ലഗേജൊക്കെ വെച്ചിട്ട് ഹിമാലയൻ്റെ കേസ് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. സിംഗിളായിട്ട് ഇത് കവർ ചെയ്തെടുക്കുക. വേഗം 2000 കിലോമീറ്റർ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ തലവേദന കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഒരുപാട് പില്ലിയൊന്നും കയറ്റാതെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഓയിൽ ചേഞ്ച് വരും. അതായത് 500 കിലോമീറ്ററിൽ ഈ ഓയിൽ മാറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി പക്കയായിട്ട് കൊണ്ടുപോകുക. 2000 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യുക. പിന്നെ ലോഡ് വെക്കാതിരിക്കുക, കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോകാതിരിക്കുക. ഒരു 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഐഡിയയിലൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഓയിൽ എല്ലാം ഇവിടെ എത്തും. നമ്മൾ ഈ കോൾഡ് സ്റ്റാർട്ട് പറയില്ല, എപ്പോഴും ഡെയിലി വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ഒന്ന് 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം മാത്രം എടുത്ത് വണ്ടി ഓണാക്കിയത് അങ്ങനെ പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പിന്നെ സഡനായ ആക്സിലേഷൻ കൊടുക്കാതെ ഇരിക്കുക. നമ്മൾ റെഗുലറായിട്ട് എങ്ങനെ ബൈക്ക് കൂട്ടുന്നത് അതേപോലെ ഒരു സ്മൂത്തിലും ഓട്ടിക്കുക, കുറയ്ക്കുക, സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെ അതേ റേഞ്ചിൽ പോവുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങളുടെ റണ്ണിങ് പീരീഡിൽ ഇഷ്യൂസ് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ 2000 കിലോമീറ്റർ അങ്ങനെയുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഓടിക്കുന്നത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും, പ്രശ്നങ്ങളില്ല. മെയിനായിട്ട് ഇതാണ് നമ്മൾ നല്ല സ്പീഡിൽ പോയാലും മറ്റേ ഈ ഇതിൽ കുറയ്ക്കാതിരിക്കാൻ പറ്റും. ഈ ഹൈ ഗിയർ ഇട്ടിട്ട് മെല്ലെ പോകാതിരിക്കുക. അപ്പോൾ ചെയിൻ അടിയും എൻജിൻ്റെ എൻജിന് അത് പവർ കിട്ടാതെയാവും. അപ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാം ആ ഗിയറിൽ RPM പിടിച്ച് പോവുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡിലൊക്കെ നിങ്ങൾ 3000 RPM പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഒരുപാട് വണ്ടി ഹീറ്റ് ആവാതെ നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ 100 കിലോമീറ്റർ ഒന്നും പിടിക്കാതെ ഒരു 50 കിലോമീറ്ററൊക്കെ പോയതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇന്ന് കൂളായതിനു ശേഷം ഒരു ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും മെയിൻറ്റെയിൻ ഇത് കഴിയുകയും ചെയ്യും, എൻജിനൊന്ന് ലോ ആവുകയും ചെയ്യും, നിങ്ങളൊന്നും ബൂസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ എൻജിൻ റണ്ണിങ് പീരീഡിനെ കുറിച്ച് അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും പുതിയ വണ്ടി ഇതാരേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.